എവരിവൺ, ഞാൻ ശ്രുതി. ലോഗനാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 2025 PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും വരുന്ന എക്സാമുകൾക്ക്. അപ്പോൾ ഓരോരോ പാറ്റേൺസ് മനസ്സിലാക്കാനും റിപ്പീറ്റഡ് ചോദിക്കുന്ന മേഖലകൾ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിനോട് ഞാൻ ക്വസ്റ്റ്യൻ കോഡ് പറയുന്നില്ല. നമ്മൾ ഓൾറെഡി ഹിസ്റ്ററി ക്ലാസ് പറഞ്ഞപ്പോഴത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പേപ്പേഴ്സിനെയും നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ എല്ലാം കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുള്ളതിൻ്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടും അല്ലാത്തത് പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുമാണ് നമ്മൾ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നവസാമ്പത്തിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി BOT അഥവാ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സെന്റൻസുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ഒരു ഫാക്ടിനെ പറ്റിയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് ഒരുപാട് പഠിച്ചിട്ടില്ല എങ്കിൽ കൂടി പോലും നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും എന്ത് തന്നെയാണ്, ശരി തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി BOT അതുപോലെ PPP ഈ 2 മാതൃകകൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതുപോലെ നിയന്ത്രിത സമ്പദ് വ്യവസ്ഥ എന്നൊന്ന് മാറ്റിയിട്ട് സ്വതന്ത്രമായതും അതുപോലെ തന്നെ ഉദാരവൽക്കരിക്കപ്പെട്ടതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യ മാറുകയാണ് ഉണ്ടായത്. അതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഉദാരവൽക്കരണം നമുക്കറിയാലോ, LPG എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് മാറുകയാണ് ചെയ്തത് പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പുത്തൻ സാമ്പത്തിക നയം 1991 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്ന ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. അപ്പോൾ ശക്തികാന്ത് ദാസിന് ശേഷം സഞ്ജയ് മൽഹോത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. കറക്റ്റായിട്ട് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. താഴെ തന്നിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതിയുണ്ട്, പ്രത്യക്ഷ നികുതിയുമുണ്ട്. ഏതാണ് പ്രത്യക്ഷ നികുതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? എക്സൈസ് തീരുവ, വിൽപ്പന നികുതി, കസ്റ്റംസ് തീരുവ, വരുമാന നികുതി. ഏതാണ് പ്രത്യക്ഷമായിട്ട് നമുക്ക് കൊടുക്കുന്നത്? വരുമാന നികുതിയാണ് കേട്ടോ. അപ്പം ഓർത്ത് വെച്ചിരിക്കുക. നികുതിയുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നബാർഡ് സ്ഥാപിതമായ വർഷം. നബാർഡ് PSCക്ക് ഒരു ഇഷ്ടപ്പെട്ട സ്ഥാപനമാണ്. നബാർഡിനെ പറ്റിയിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. 1982 നബാർഡ് സ്ഥാപിതമായിട്ടുള്ളത്. ഓർത്തിരിക്കുക. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അജയ് ബംഗയാണ് ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓർത്ത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ്? ഔദ്യോഗിക സെൻസസ് ആദ്യത്തേത് നടന്നത് എന്നാണെന്നാണ് ചോദ്യം. അത് 1881 ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ എന്ന് ചോദിക്കുമ്പോൾ വേണം നമ്മൾ മറ്റു ഡേറ്റുകൾ എഴുതാനായിട്ട്. അപ്പോൾ ഓരോ ഡേറ്റുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് തന്നെ വായിച്ചിട്ട് നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് സുവർണ വിപ്ലവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഓരോന്നും മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ, നബാർഡിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു റിപ്പീറ്റഡ് മേഖലയാണ് നബാർഡ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നബാർഡ് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് നബാർഡ്.
അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? കാർഷിക മേഖലയുടെ വികസനം, അതുപോലെ ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിലിന്റെ വികസനം എന്നിവയ്ക്കെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് 1982 നബാർഡ് രൂപീകൃതമാകുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരാണ്? KN രാജ്, കുഞ്ഞാമൻ, അമർത്യാസെൻ, VKRV റാവു. പെട്ടെന്ന് തന്നെ നമുക്ക് ഓർമ്മ വരണം. ആൻസർ എന്ന് പറയുന്നത് KN രാജാണ് കേട്ടോ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് ആര്? KN രാജ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരതയോട് കൂടിയ വളർച്ച, സുസ്ഥിര വികസനം, ആധുനികവൽക്കരണം, മാനവശേഷി വികസനം. ഏതായിരുന്നു? സുസ്ഥിര വികസനം ഉണ്ടായിരുന്നു എന്ത്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്ന. ഓരോ പഞ്ചവത്സര പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക, ജൈവ കൃഷി രീതികൾ അവലംബിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഇതിൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ് കേട്ടോ. ജൈവ കൃഷി രീതികളിൽ അവലംബിച്ച് കർഷക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ബാക്കി പറഞ്ഞിരിക്കുന്നതാണ് വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്യുക? കുറയ്ക്കുക. കൂടുതലും പ്രൈവറ്റ് സെക്ടേഴ്സിനെ കുറച്ചും കൂടി ഒരു ഊന്നൽ നൽകിക്കൊണ്ടാണ് നീതി ആയോഗ് അതിന്റെ പദ്ധതികൾ വരുന്നത്. അതുപോലെ മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടിയെടുക്കുക. അതുപോലെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം എന്ത് ചെയ്യുക? സാങ്കേതിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക എന്നിവയൊക്കെയാണ് ഏത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് SCRT കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. പോരാതെ തന്നെ നീതി ആയോഗിന്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 10-13 പോയിന്റുകൾ കിട്ടും അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ലെവലിൽ ഫോക്കസ് ചെയ്യുന്നവർ ആ പറയുന്ന പോയിന്റ്സും കൂടെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. SCRT പുറമെ, കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് കണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനിയും ചോദിക്കാം. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓരോന്നും ആരംഭിക്കുന്ന സമയത്ത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു എന്നുള്ളത്. അപ്പൊ കുടുംബശ്രീ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, 9ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ എന്ത് ചെയ്തത്? ആരംഭിച്ചത്. അപ്പോൾ പൊതുവെ 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ക്ഷേമത്തിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചു. അടുത്തത് ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടാണ് ഈ ഒരു എക്സാമിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബോണസ് മാർക്ക് കിട്ടിയില്ലേ? അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പഠിച്ചു പോകണമെന്ന് പറയുന്നതിന്റെ കാര്യം കേട്ടോ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളായി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ബാക്കി ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉമാണ് ശരി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്, 2ഉം 3ഉം ശരി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തതയും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പൊ വൻകിട വ്യവസായം ഗാന്ധിജി എവിടെയെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ചെറുകിട വ്യവസായമാണ് ഗാന്ധിജി, ചെറുകിട വ്യവസായം അതുപോലെ കുടിൽ വ്യവസായമൊക്കെയാണ് ഗാന്ധിജി കൂടുതലും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഗാന്ധിജിയെ പറ്റിയുള്ള പഠിച്ചുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് പൂർണ്ണമായിട്ടും തെറ്റാന്ന് പറയും. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാനായിട്ട് പറ്റും. 1ഉം 3ഉം ശരിയാണ്. എന്താണ്? സമത്വത്തിൽ അടിയുറച്ചുള്ള സമ്പദ് വ്യവസ്ഥയായിരുന്നു ഗാന്ധിജി വിഭാവനം ചെയ്തത്. അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജിയുടെ ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെട്ടിരുന്നത് കേട്ടോ. ഗാന്ധിജിയുടെ ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെട്ടിരുന്നത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം.
അപ്പൊ ഈ 4 തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം എന്നുള്ളതാണ്. തെറ്റാണ്. ദാദാഭായ് നവറോജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചോർച്ച സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അർത്ഥശാസ്ത്രം ആരുടേതാണ്? ചാണക്യന്റേതാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ആരാണ്? അമർത്യ സെന്നിന്റേതാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ആര് കൊണ്ടുവന്നതാണ്? ഗാന്ധിജി കൊണ്ടുവന്ന ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർ. ഈ പറയുന്ന 4 ഉൽപാദക ഘടകങ്ങൾ. ഭൂമി, തൊഴിൽ, മൂലധനം, സംരംഭകത്വം. ഇത്രയുമാണ് എന്നത് പറയുന്നത് ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ മൂലധനത്തിന്റെ സവിശേഷതകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമാണ്. ഇത്രയുമാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നവ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളവ എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് കേട്ടോ. ലാഭം എന്തിന്റെ പ്രതിഫലമാണ്? ഓണ്ടർപ്രണർഷിപ്പിന്റെ പ്രതിഫലമാണ് ലാഭം എന്ന് പറയുന്നത്. മൂലധനത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? പലിശയാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. എല്ലാത്തിന്റെയും പ്രതിഫലങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടമാണ് അഥവാ റെന്റ് ആണ്. അതുപോലെ തൊഴിലിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് കൂലിയാണ്, വേജസ് അഥവാ കൂലിയാണ്. തൊഴിലിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെത് നമുക്ക് കിട്ടുന്നത് എന്താണ്? പലിശയാണ് കിട്ടുന്നത്. അതുപോലെ ഓണ്ടർപ്രണർഷിപ്പ് അഥവാ സംരംഭകത്വത്തിന്റെ പ്രതിഫലമാണ് ലാഭം എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, തെറ്റിപ്പോകരുത്. ഇവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു, ശരിയാണ്. അതുപോലെ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു, ശരിയാണ്. നമുക്ക് അത് രണ്ടും എന്ത് ചെയ്യാം? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തേതാണ് കേട്ടോ. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു മേഖല കൂടിയാണ്. എളുപ്പം പഠിച്ചു തീർക്കാനും പറ്റുന്ന മേഖലയാണ്. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ധനകാര്യ മന്ത്രി ആയിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇവർ ആരൊക്കെയാണ് ധനകാര്യ മന്ത്രി ആയിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എല്ലാവരും എന്താണ്? ധനകാര്യ മന്ത്രി ആയിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ, ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആയിട്ട് നിർമ്മല സീതാരാമൻ. 8 ബഡ്ജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്, അതുകൂടി ഓർത്തിരിക്കുക. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരമാണ് ബോംബെ. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് ചണനാരാണോ എന്നതൊന്ന് ഓർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയെന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? നമ്മുടെ പരുത്തിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. ചണനാരിനെ വിളിക്കുന്നത് ഗോൾഡൻ ഫൈബർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. തമ്മിൽ തിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചു വെക്കുക. ഏറ്റവും ബേസ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെ ആണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് എത്രാം സ്ഥാനമാണുള്ളത്? 3ാം സ്ഥാനത്താണ് ഉള്ളത് കേട്ടോ. അപ്പൊ അത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓൾറെഡി ആരാണ് നമുക്ക് മനസ്സിൽ തന്നെ കിട്ടും. ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. ഇനി അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഇത് നമുക്ക് സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ് കേട്ടോ. അത് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? 2024 ഡിസംബർ 11 മുതൽ ആരാണ് ചുമതലയേറ്റത്? ശക്തികാന്ത് ദാസിനെ മാറ്റിക്കൊണ്ട് സഞ്ജയ് മൽഹോത്രയാണ് എന്ത് ചെയ്യുന്നത്? 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് ചുമതലയേറ്റത്, ഓർത്തിരിക്കുക. ഇന്ത്യയുടെ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇങ്ങനെയും ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻസ്. അപ്പൊ DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ രീതിയിൽ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് ആൾ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇത്തരം അപ്പോയിന്റ്മെന്റ്സിൽ. അപ്പൊ ഇങ്ങനെ 50ാമത് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് വ്യക്തിയെ തന്നെ എഴുതേണ്ടി വരും. നമുക്ക് അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ 50ാമത് വ്യക്തിയാണ് ആര്? DY ചന്ദ്രചൂഡ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് ഏത് നയത്തിലാണ്? അപ്പം 90-ന് ശേഷം ഏത് നയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
വിപണി, മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈവറ്റ് സെക്ടർ, പ്ലാനിംഗ് ആൻഡ് സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, മാർക്കറ്റ് ഇന്റർവെൻഷൻസ് ബൈ ദ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് ആണോ നമ്മൾ കൂടുതലും പിന്നീട് 90-കൾക്ക് ശേഷമുള്ളത്? അല്ല, പബ്ലിക് സെക്ടറിനും അല്ല നമ്മൾ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പ്ലാനിംഗ് ആൻഡ് സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്, സോഷ്യൽ സെക്ടറിന് കൂടുതലായിട്ടും അങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് പോയിരിക്കുന്നത്? മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈവറ്റ് സെക്ടറിലേക്കാണ് നമ്മൾ തിരിഞ്ഞിട്ടുള്ളത്. വിപണി നിയന്ത്രകത്വവും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവുമാണ് നമ്മൾ എന്ത് ചെയ്തത്? 90-കൾക്ക് ശേഷം നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി വന്നതിന് ശേഷം നമ്മൾ മാറിയിട്ടുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നതിന് താഴെ പറയുന്ന ഏത് നികുതിയിലാണ് എന്ന് വെച്ചാൽ നികുതി ഭാരം പലതിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്നത് ഏത് നികുതിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യക്ഷ നികുതിയാണോ, പരോക്ഷ നികുതിയാണോ, വ്യക്തിഗത വരുമാന നികുതിയാണോ, അതോ കോർപ്പറേറ്റ് നികുതിയാണോ? ഏത് നികുതിയാണോ പലരിലേക്കും വിഭജിച്ചു പോകുന്നത്? അത് പരോക്ഷ നികുതിയാണ്. ഓർത്തിരിക്കുക കേട്ടോ. പ്രത്യക്ഷ നികുതിയിൽ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പരോക്ഷ നികുതിയിലാണ് എന്ത് ചെയ്യുന്നത്? നികുതി ഭാരം എന്ത് ചെയ്യുന്നത്? പലരിലേക്കും അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളിലേക്ക്, വ്യത്യസ്ത ആളുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ എന്ത് ചെയ്യുന്നത്? അനുഭവിക്കേണ്ടി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ്? അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവം അഥവാ എവർഗ്രീൻ റെവല്യൂഷന് വേണ്ടിയിട്ട് വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നുണ്ട്. ഇതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സസ്റ്റൈനബിൾ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. പരിസ്ഥിതി സൗഹാർദ്ദമായ കൃഷി, സുസ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യ സംരക്ഷിക്കൽ. ഇതാണ് ഇദ്ദേഹത്തിന്റെ എവർഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ, എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുക? സസ്റ്റൈനബിൾ ആയിട്ട് നിലനിൽക്കുക, അതുപോലെ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുക? പ്രിസർവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത്? ഗ്രീൻ റെവല്യൂഷൻ, എവർഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. എവർഗ്രീൻ റെവല്യൂഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിൽ ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഇന്ത്യയിൽ ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഏത് നികുതിനെയാണ് ഗൂഗിൾ ടാക്സ് എന്ന് അറിയപ്പെടുന്നത്? ഇക്വലൈസേഷൻ ലെവിയാണ് കേട്ടോ. ഇക്വലൈസേഷൻ ലെവിനെയാണ് നമ്മൾ ഗൂഗിൾ ടാക്സ് എന്നും അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇക്വലൈസേഷൻ ലെവിയാണ്. ഇനി ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0, 10, 12, 20, 28 എന്നൊക്കെ ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. 0 ഉണ്ട്, അതുപോലെ തന്നെ 5%, 12%, 18%, 28% എന്നീ നികുതികളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? 0, 5, 12, 18, 28 എന്നീ സ്ലാബുകളാണ് ഇന്ത്യയിലുള്ളത്. ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ കർഷക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഒരു രാജ്യം ഒരു വിപണി, വൺ നേഷൻ വൺ മാർക്കറ്റ് എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്ലാറ്റ്ഫോം ഏതാണ്? ഈ നാം ആണ് കേട്ടോ കൊണ്ടുവന്ന പ്ലാറ്റ്ഫോം. ഓർത്തിരിക്കുക. എന്നാണ് പറഞ്ഞത്? ഇന്ത്യയിലെ കർഷക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോമാണ് ഈ നാം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 25 കേന്ദ്ര ബജറ്റിലെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലും ന്യൂസിൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആദായ നികുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് റിലേറ്റഡ് ആയിട്ടും കൂടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. 1, 3 ശരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ പറഞ്ഞത്? 4 ലക്ഷം രൂപ വരെയുള്ളതിന് എന്തില്ല? നികുതി ഇല്ല. അതുപോലെ 4 മുതൽ 8 ലക്ഷം രൂപ വരെയുള്ളവരുടെ വരുമാനം എത്രയാണ്? 5% നികുതിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത് 1975 തന്നിരിക്കുന്നതിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2, 3 മാത്രമാണ് ശരി കേട്ടോ. റിസർവ് ബാങ്ക് എന്നാണ് സ്ഥാപിതമായത്? 1935 സ്ഥാപിതമായത്. റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമായത് 1975 സ്ഥാപിതമായത്. 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടത് എന്നാണ്? 1967 എന്നാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. 1969 14 ബാങ്കുകൾ എന്ത് ചെയ്തത്? ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത് കേട്ടോ. ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. അത് 14 ബാങ്കുകളായിരുന്നു. ഓർത്തിരിക്കുക. 1969 എന്നുള്ളത് ഓർത്തിരിക്കുക.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST യിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? GST യിൽ ലയിക്കപ്പെട്ടത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിനോദ നികുതി തന്നിട്ടുണ്ട്, പ്രവേശന നികുതി, പരസ്യ നികുതി. ഏതൊക്കെയാണ് GST യിൽ ലയിക്കപ്പെട്ടത്? ഇത് മൂന്നും എന്താണ്? GST യിൽ ലയിക്കപ്പെട്ട നികുതികളാണ്. അപ്പൊ ആൻസർ 1, 2, 3 ശരി എന്നുള്ളതിനാണ്. അപ്പൊ GST യിൽ ലയിക്കാത്തത് ഏതൊക്കെയാണ്, ലയിക്കപ്പെടാത്തത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. അപ്പൊ ഇതിൽ നമുക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നറിയാമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3 ശരിയെന്ന് പറയുന്നത്. നൊബേൽ സമ്മാനം ലഭിച്ചത് 1995 എന്നുള്ള പ്രസ്താവന തെറ്റാണ്. 1998 ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. 1998 അമർത്യ സെന്നിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ട് പഠനങ്ങൾ എന്തൊക്കെ വിഷയങ്ങളിലാണ് പഠനം നടത്തിയിരുന്നത്? ദാരിദ്ര്യം, അസമത്വം, അതുപോലെ തന്നെ ക്ഷാമം എന്നിവയിലായിരുന്നു കൂടുതലായിട്ടും ഇദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കാര്യങ്ങൾ ഓർത്തിരിക്കട്ടോ. 1998 എന്ത് ചെയ്യുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ എന്ന് പറയുന്നത്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ എന്താണ് പറയുന്നത്? യുറേനിയം, തോറിയം എന്നിവയാണ് എന്താണ്? പ്രധാന ആണവധാതുക്കൾ എന്ന് പറയുന്നത് ശരിയാണ്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടയിൽ യുറേനിയം നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്നു. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നിവയിൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന ധാതുക്കളാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. എല്ലാം ശരിയാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടത് ജോഗ്രഫിയിലും അതുപോലെ തന്നെ എക്കണോമിക്സിലും നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് പറയാനായിട്ട് സാധിക്കും. നേരത്തെ ജോഗ്രഫി പോർഷനിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് ഇപ്പോൾ എക്കണോമിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അപ്പം ഖാരിഫ് വിള, റാബി വിള കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എക്സാമ്പിൾസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ശരിയാണ് കേട്ടോ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്കണോമിക്സ് പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക ഓരോ പോർഷൻസും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുമ്പോൾ എന്താണ് ടാക്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, GSTയുമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഗാന്ധിജിയും എക്കണോമിക്സും റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ അമർത്യ സെൻ, ദാദാഭായ് നവറോജി ഇവരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത എക്കണോമിക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ റിപ്പീറ്റഡ്ലി നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുന്ന മേഖലകൾ നന്നായിട്ട് തന്നെ അതിൽ നിന്നൊരു മാർക്ക് പോകാത്ത രീതിയിൽ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നല്ലപോലെ ചോദിക്കാറുണ്ട്. റിസർവ് ബാങ്ക്, നബാർഡ് ഒരു സ്ഥിരം ക്വസ്റ്റ്യനുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നബാർഡൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ റീജിയണൽ റൂറൽ ബാങ്കും എന്ത് ചെയ്യുക ഒന്ന് നോക്കുക കേട്ടോ. ഇതും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.